ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉസ്താദിന്റെ വളരെയധികം സന്തോഷമുണ്ട്. എന്താ പറയുക, തെറ്റുകളൊക്കെ തിരുത്താനുള്ള ഒരു അവസരം, തെറ്റുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്ന പ്രതീക്ഷയോടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. السلام عليكم ورحمة الله. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. സാബുമോന്റെ ഫാത്തിഹ നല്ല ഉഷാറാണല്ലോ. ഞാൻ സാബുമോന് സംസാരം ഒന്നും വല്ലാതെ കേൾക്കാത്തതുകൊണ്ട് പിന്നെ എന്താ പറയാ, ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ, നല്ല ഉഷാറാണ്. ഫാത്തിഹ സൂറത്തൊക്കെ ഒരു നിങ്ങള് മുത്തല്ലിമാകെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പള്ളി ദർസിൽ പഠിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നന്നായിട്ടാണ് പള്ളി ദർസിൽ പഠിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്താണ് ഇക്കാര്യമായിട്ട് ഇല്ല. ഇല്ലാന്ന്. മാഷാ അല്ലാഹ്. എന്നിട്ട് നല്ല ഉഷാറാണ്. അൽഹംദുലില്ലാ. ഞാൻ പൊക്കി പറയില്ല, തിരക്കടില്ല, നല്ല ഓത്താണ്. പിന്നെ ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളിൽ ചെറിയ വിഷയങ്ങൾ അത് ആർക്കും ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഓതിയാൽ വേറൊരാൾ തെറ്റ് പറയാനുണ്ടാവും. കാരണം നമ്മളിത്ര പൂർണ്ണമായ ആളൊന്നല്ലല്ലോ. ആ നിലക്ക് ഷീന് പറയുമ്പോ ഒരു ചെറിയ ശ്രദ്ധ വേണം എന്നുള്ള ഒരു ഇത് എനിക്ക് തോന്നി. അതേപോലെ റാ നമ്മൾ ഒന്ന് കനത്തി തന്നെ അർ-റഹ്മാൻ എന്ന് പറയും പോലെ, അതേപോലെ അർ-റഹ്മാൻ 2-3 പ്രാവശ്യം ആവർത്തിക്കണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിലും അർ-റഹ്മാനിർ റഹീം എന്നുള്ളതിലൊക്കെ ആ റാ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഫാദും താവും കുഴപ്പമില്ല, എന്നാൽ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കണോ എന്നൊരു തോന്നല് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊന്നുകൂടി ഒന്ന് ശരിയാക്കിയാൽ റാഹത്ത് തന്നെയാണ്, വളരെ ഉഷാറായിട്ടുണ്ട്. എന്നാൽ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ജസാക്കല്ലാഹ് ഖൈർ. വളരെ റാഹത്തായി. ഈ രാത്രിയുടെ നിമിഷങ്ങളിൽ നമ്മുടെ സംസാരം മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നു. നല്ല റാഹത്തുള്ളൊരു ഫാത്തിഹയാണ് കേട്ടത്. അതേപോലെ വേണ്ടവർക്കൊക്കെ വന്നിട്ട് ഫാത്തിഹ ഓതാവുന്നതാണ്. നമുക്ക് നല്ല രീതിയിൽ ഫാത്തിഹ ഓതാൻ ഖുർആനൊക്കെ പാരായണം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമ്മുടെ സാബുമോൻ സാജി ഹംദ് ഉസ്താദിനെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ കുറച്ച് വൈകിപ്പോയി. ഞാൻ ഇസ്മായിലും ചെറിയൊരു പരിപാടിക്ക് ഇങ്ങനെ പോയതേനെ. ഇസ്മായിലിൽ എഴുതിണ്ടെന്നേ ഉള്ളൂ, ഓന്റെ കൂടെ ആയിരുന്നു. ഓക്കെ, അതല്ല അൽഹംദുലില്ലാ, ഞങ്ങള് കേട്ടിരുന്നു. പിന്നെ അപ്പൊ ഞാനൊന്ന് ഓതാം. ഏതായാലും തെറ്റുകൾ തിരുത്തി തരാൻ ഉസ്താദ് ഉണ്ടല്ലോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم
أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. السلام عليكم ورحمة الله وبركاته. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. പിന്നെ റാഹത്തായിട്ടുണ്ട്. അദ്ദേഹം ഒരു ഉസ്താദ് കൂടി തന്നെയാണ്. ഉസ്താദാണ് എഴുതിയിട്ട് പിന്നെ എന്താ പറയാ, എന്താ കുറവുണ്ടാകും അല്ലെങ്കിൽ കൂടുതൽ കുറവുണ്ടാവും അല്ലെങ്കിൽ എന്താണ് പരവുണ്ടാവില്ല എന്നല്ല പറയുന്നത്. അദ്ദേഹം നമ്മുടെ ക്ലാസ് റൂമിൽ സജീവമായ ഒരു ഉസ്താദാണ്. പിന്നെ മാത്രമല്ല ഒരു ഉസ്താദ് തന്നെയാണ്. ചെറിയ എനിക്ക് കുഴപ്പമില്ലാതെ തോന്നിയിട്ടുണ്ട്, റാഹത്താണ്. എങ്കിലും ഒന്ന് രണ്ട് ഇത് ഉണർത്താതിരിക്കാൻ വയ്യ. അത് നസ്ബ എന്ന് പറഞ്ഞ മാതിരി തോന്നി. അതായത് നസ് എന്ന് കഴിഞ്ഞിട്ട് അതെ പറയാ പിന്നെ ഏതായാലും നമുക്ക് വേണമെന്ന് എഴുതിയിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു മടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നതും, അല്ലെങ്കിൽ ഇങ്ങനെ പറയില്ല. പിന്നെ നസ്തഈൻ എന്ന് പറയുന്നിടത്ത് ആ നസ് എന്ന് കഴിഞ്ഞിട്ട് ഒരു പാവിന്റെ ഉച്ചാരണം വന്ന പോലെ തോന്നി. അങ്ങനെ തോന്നിയോ? അങ്ങനെ എനിക്ക് തോന്നി. പിന്നെ അതെ 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 നമ്മുടെ വീട് തന്നെയാണ്. അപ്പൊ അതേപോലുള്ള ഒരു ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. പിന്നെ റബ്ബിൽ ആലമീൻ എന്നുള്ളിടത്ത് അത്ര പണിയെടുക്കേണ്ട ആവശ്യമില്ല, അതായത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിൽ അങ്ങനെ ഒരു ഐന് പറയാൻ വല്ലാത്ത വിഷമം ഉണ്ടാവേണ്ട ആവശ്യമില്ല. റബ്ബിൽ ആലമീൻ അങ്ങനെ. പിന്നെ റാഇന്റെ വിഷയത്തിൽ എനിക്ക് ചെറിയൊരു പ്രയാസം തോന്നി. അർ-റഹ്മാൻ എന്ന് തഫ്ഖീമാക്കിയിട്ടൊന്ന് കനപ്പിച്ച് പറയേണ്ടത് ഒന്നുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നാകും. അർ-റഹ്മാൻ ഇർ-റഹീം, അർ-റഹ്മാൻ എന്നുള്ളത്. പിന്നെ ബാദ് ഉച്ചരിച്ചോടുത്ത് പിന്നെ ബാദ് എന്നത് ശരിക്ക് ആ അരുനീളത്തിലുള്ള ആ ബാദന്നെ അങ്ങോട്ട് ആയി ഒരു ഭാഗികമായ ബാദ് ആയോ എന്നുള്ളൊരു ചെറിയൊരു സംശയം വന്നു. അതും ഒന്നുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ എപ്പോഴും ഇവിടെ ഉണ്ട്. നമ്മൾ എപ്പോഴും പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ഒരു പക്ഷെ എന്നെക്കാളും ഓതാനൊക്കെ കഴിയുന്ന ആളുകളാണ്. ഞാനിപ്പോ ഇങ്ങനെ എന്താ പറയാ ഓത്ത് എന്നുള്ള നിലയിൽ പറയുമ്പോൾ എന്റെ ഓത്തിന് തെറ്റ് കണ്ടുപിടിക്കാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും. അള്ളാഹു നമുക്കൊക്കെ നന്നായി ഓതാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി യഹ്യ എന്ന് പറയുന്ന സഹോദരനിലേക്ക് മൈക്ക് കൈമാറുന്നു. നമുക്ക് എല്ലാവർക്കും നന്നായി ഓതാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ഉസ്താദിന്റെ പേര് മുസ്താഖ് എന്നാണ്. ഞാൻ ഓതാനായിട്ട് ശ്രമിക്കുന്നു ഉസ്താദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. നിങ്ങള് പിന്നെ പള്ളി ദർസിൽ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? യഹ്യാന്റെ പേരെന്തോ പറഞ്ഞു, ഞാൻ മറന്നിട്ടോ. പിന്നെ അത് സാരല്ല. നിങ്ങൾ പള്ളി ദർസിൽ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അൽഹംദുലില്ലാഹ്. നല്ല ആ നിലക്ക് നോക്കുമ്പോ നല്ല ഉഷാറുള്ള ഓത്താണ്, കുഴപ്പമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അവസാനം വലദ്വാലീൻ എന്ന് പറയുമ്പോൾ ഒരു വലദ്വാലി എന്ന് പറയുന്ന പോലെ അങ്ങോട്ട് തോന്നിപ്പോയി. അങ്ങനെ വഅലൈക്കും സലാം. പിന്നെ ആ വലദ്വാന്നുള്ളൊരു ശബ്ദമല്ല അവിടെ വരേണ്ടത്. അവിടെ നാവിന്റെ ഇടഭാഗം പിന്നെ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷരം തന്നെയാണ്. പ്രയാസമുള്ളതാണ്. കാരണം നബി തന്നെ പറഞ്ഞല്ലോ, ഞാൻ പിന്നെ ബാദ് ഉച്ചരിച്ചവരിൽ ഏറ്റവും വലിയ ഫസീഹാണെന്ന് പറഞ്ഞതുകൊണ്ട് അന അസ്ഹം ബാദ്. അപ്പൊ ആ ബാദ് ഉച്ചരിക്കുമ്പോ ഇടഭാഗത്തേക്ക് ഒന്ന് പിന്നെ നാവ് പോണം.
എന്നിട്ട് ഇടഭാഗമോ വലഭാഗമോ അണപ്പല്ലുകളിൽ തട്ടിച്ചിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അത് പിന്നെ മഹ്ബൂബി എന്ന് പറയുന്നിടത്തും ചെറിയൊരു പ്രശ്നം തോന്നി. ഒരു എന്തോന്ന് ഇങ്ങോട്ട് മനസ്സിലായില്ല, ഞാനിവിടെ എഴുതി വെച്ചു. മഹ്ബൂബി എന്ന് പറയുന്നിടത്ത് ചെറിയൊരു പ്രയാസം. പിന്നെ പാവും ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഏകദേശം ആയിട്ടുണ്ട്, ഒരു 3/4 ഒക്കെ ആയിട്ടുണ്ട്. ഒരു പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് ആവും ഇൻഷാ അല്ലാഹ്. അത് വേറെ ഒന്നും വിചാരിക്കരുത്. പിന്നെ നമ്മുടെ ഫാത്തിഹയുടെ കാര്യമായതുകൊണ്ടാണ് പറയുന്നത്. നമുക്കൊക്കെ ഫാത്തിഹ നന്നായി ഓതാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. നമ്മൾക്കുള്ള പോരായ്മകൾ മാറ്റാൻ അത് ശ്രദ്ധിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി നമ്മുടെ ഇറാഖ് പ്രവാസി എന്ന് പറയുന്ന സഹോദരന് വേണ്ടി ഞാൻ മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും ഫാത്തിഹയുടെ കാര്യമായത് കൊണ്ടാണ് ഈ ലൈനിൽ വന്നതും. തെറ്റുകളുണ്ടെങ്കിൽ ഉസ്താദ് തിരുത്തി തരുമെന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് ഇതിൽ ഞാനും ഓതാമെന്ന് തീരുമാനിച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മുടെ റാക്ക് പ്രവാസിക്ക് ഇത്ര നന്നായി ഓതില്ലേ. ഞാൻ റാക്ക് പ്രവാസി എന്ന് വെച്ചാല് പിന്നെ എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല. ഞാനിങ്ങനെ PM-ലൊക്കെ ഉള്ള ബന്ധമല്ലേ ഉള്ളൂ. പിന്നെ ഒരു സാധാരണ ഒരാള്